കാർഷിക രംഗത്തെ സമഗ്രമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷം കൂടിയായിരുന്നു കഴിഞ്ഞുപോയ 2013. കാർഷിക മേഖലയെ കൈവിട്ടുപോയ കാലത്തിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു അതെന്ന് കാണാം. പരമ്പരാഗത കൃഷിരീതിയിൽ നിന്നും വ്യത്യസ്തമായി യന്ത്രവൽകൃത കൃഷിരീതിയുടെ ആവിർഭാവം, ആധുനിക കൃഷിരീതികളെക്കുറിച്ചുള്ള അവബോധം, അതിലെ വിജ്ഞാന വ്യാപനം, കൃഷിയിൽ തൽപരരായി വന്ന യുവ കർഷകർ, സബ്സിഡിയോടുകൂടി ആവിഷ്കരിക്കപ്പെട്ട പോളി ഹൗസ് ഫാമിംഗ് തുടങ്ങിയവ കാർഷിക തലത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയായിരുന്നു. നെല്ലുൽപാദനം, കോഴി വളർത്തൽ, താറാവ് കൃഷി, കാലി വളർത്തൽ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ മികവ് കൈവരിച്ച വർഷം കൂടിയായിരുന്നു കഴിഞ്ഞുപോയത്. രാസവളങ്ങളും രാസകീടനാശിനികളും പ്രയോഗിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്യസംസ്ഥാന പച്ചക്കറികളെ നിരാകരിച്ചുകൊണ്ട് ജൈവ കൃഷിരീതികൾ അവലംബിച്ച് തയ്യാറാക്കിയ അടുക്കളത്തോട്ടങ്ങളും ടെറസ് കൃഷിരീതികളുമൊക്കെ ഈ രംഗത്ത് പുത്തൻ അനുഭവ സാക്ഷ്യങ്ങളായി. എല്ലാറ്റിനുമപ്പുറം ജൈവ കാർഷിക സംസ്കാരത്തിലേക്കുള്ള ഒരു കടന്നുവരവ് കൂടിയായിരുന്നു കഴിഞ്ഞ വർഷത്തിൻ്റെ കാർഷിക കേരളം. കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് അനുഭവപ്പെട്ട ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ വിവിധ കാർഷിക മേളകൾ, അതിലെ ശക്തമായ ബോധവൽക്കരണ സെമിനാറുകൾ, ആധുനിക കൃഷിരീതികളെക്കുറിച്ചുള്ള പാഠ്യപഠനങ്ങൾ തുടങ്ങിയവയുടെ നിസ്തുലമായ സ്വാധീനമുണ്ടെന്ന് കാണാം. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാർഷിക ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയും കാർഷിക മേഖലയിലെ പുത്തൻ സാധ്യതകളുടെ ഒരു അന്വേഷണവും അതിലേക്കുള്ള ഒരു ആഭിമുഖ്യമൊരുക്കലും സാക്ഷാത്കരിക്കുകയായിരുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ 8 ദിനങ്ങൾ നീണ്ട മൂവാറ്റുപുഴ കാർഷികോത്സവം. കൃഷിയിൽ നിന്ന് അകന്നുപോകുന്ന പുതുതലമുറയെ ആ വഴിയിലേക്ക് ആനയിച്ചും പരമ്പരാഗത കർഷകർക്ക് പുതുസാധ്യതകൾ തുറന്നുകൊടുത്തും ഉൽപാദനക്ഷമത വളർത്തിയെടുത്തും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക് വഴി തുറന്നും മുന്നേറുന്നതിനുള്ള പ്രേരണയേകുകയായിരുന്നു ഈ കാർഷികമേള. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടെ എറണാകുളം ജില്ലാ ഭരണകൂടം, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത്, മൂവാറ്റുപുഴ നഗരസഭ, EEC മാർക്കറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അരങ്ങേറിയ മൂവാറ്റുപുഴ കാർഷികോത്സവം 2013 ഉദ്ഘാടന കർമ്മം കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് നിർവഹിച്ചു. തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും അങ്ങനെ നമ്മുടെ കാർഷിക മേഖലകളിലെല്ലാം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിനും അതിൻ്റെ വിപണനത്തിനും സഹായകരമാകുന്ന വിധത്തിലുള്ള ഉത്സവങ്ങൾ നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാർഷികോത്സവം 2013 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി KM മാണി കാർഷികമേള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ത്യയുടെ കാര്യമെടുക്കുക, കേരളത്തിൻ്റെ കാര്യമെടുക്കുക, കൃഷിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ വ്യവസായം നിലനിൽക്കണമെങ്കിൽ കൃഷി വേണം, സേവന മേഖല നിലനിൽക്കണമെങ്കിൽ കൃഷി വേണം. ജനങ്ങളുടെ ജീവിതം തന്നെ, അതിന് ജീവനോപാധി തന്നെ വാസ്തവത്തിൽ പറഞ്ഞ കാർഷിക മേഖലയിൽ നിന്നാണ്. എല്ലാം കൃഷിയാണ് വാസ്തവത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇത്രമാത്രം തന്ത്രപ്രധാനമായ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമായ കൃഷിക്കാവശ്യമായ പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയേറെ ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്. കൃഷിക്കതിന് അനുസരിച്ചുള്ള പ്രാധാന്യം ഒരു കാലഘട്ടത്തിലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. നമുക്ക് കൃഷി അഭിവൃദ്ധിപ്പെടുത്തണം, കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കണം. പുത്തൻ സാങ്കേതിക വിദ്യകൾ നമുക്ക് ധാരാളമുണ്ട്. നമുക്ക് ബയോടെക്നോളജി, സസ്യശാസ്ത്ര സാങ്കേതിക വിദ്യ, ജൈവ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയേറെ വളർന്നിട്ടുണ്ട്. നാനോ ടെക്നോളജി വളരെയേറെ വളർന്നിട്ടുണ്ട്. അനന്തമായ സാധ്യതകളാണ് നാനോ ടെക്നോളജിയിലുള്ളത്. കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനത്തിന് സഹായിക്കുന്ന വലിയ സാങ്കേതിക വിദ്യകളൊക്കെ വാസ്തവത്തിൽ അറിവുകൾ, പുത്തൻ അറിവുകളൊക്കെ ഈ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷി നമുക്ക് ആധുനികവൽക്കരിച്ചുകൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കണം, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം. ഓരോ ഇഞ്ച് മണ്ണിൽ നിന്നും പരമാവധി ഉൽപാദനം നമ്മൾ കൈവരുത്തുക. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. അതാണ് മേളയിലെ പവലിയൻ
മന്ത്രി PJ ജോസഫ് ഔപചാരികമായി തുറന്നുകൊടുത്തു. 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്കായിരുന്നു ഏറ്റവും വലിയ മുൻഗണന. പിന്നീട് അത് അല്പം കുറഞ്ഞുപോയി. നമുക്ക് ജയ് ജവാൻ ജയ് കിസാൻ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നു എങ്കിലും ഇനിയും കാർഷിക മേഖലയെ നമുക്ക് പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ പ്രധാനമായും 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, 70-ന് ശേഷം റബ്ബർ ഒഴികെയുള്ള എല്ലാ കാർഷികോൽപ്പന്നങ്ങളെയും ഉൽപ്പാദനക്ഷമത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള കാർഷിക വിളകളുടെ വിലയിടിവ്. അതുകൊണ്ട് വിലയിടിവിൽ നിന്നും കർഷകരെ രക്ഷിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണം. അതിനാവശ്യമായ താങ്ങുവിലകൾ നമുക്ക് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. ജോസഫ് വാഴയ്ക്കൻ MLA, ജില്ലാ കളക്ടർ PI ഷെയ്ഖ് പരീദ്, വൈക്കം വിശ്വൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. പാരമ്പര്യത്തെ തൊട്ടറിഞ്ഞ് ഭൂമിയിലെ വൈവിധ്യങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് നമ്മുടെ കാർഷിക സാധ്യതകളെ വളർത്തിയെടുത്തും ഉൽപ്പാദനശേഷി ഉയർത്തിയും മുന്നേറാൻ പ്രേരണയാവുകയായിരുന്നു മൂവാറ്റുപുഴ കാർഷികോത്സവം. കാർഷിക മേളയോടനുബന്ധിച്ച് നടത്തിയ കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനം, പുഷ്പപ്രദർശനം, അലങ്കാര മത്സ്യപ്രദർശനം തുടങ്ങിയവ സമകാലിക കേരളീയ കാർഷിക പുരോഗതിയുടെ നിദർശനങ്ങളായി മാറി. മൂവാറ്റുപുഴ കാർഷികോത്സവം സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി എറണാകുളം ജില്ലാ ഭരണകൂടവും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഈ EEC മാർക്കറ്റും എല്ലാം കൂടി ചേർന്നൊരുക്കുന്ന ഒരു വലിയ മഹാമേളയാണിത്. കാർഷിക രംഗത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് മൂവാറ്റുപുഴ. ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഉത്സവമായിട്ടാണ് ഇന്നിപ്പോൾ ഈ കാർഷികോത്സവം അവർ കൊണ്ടാടുന്നത്. കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തുനിന്നും എല്ലാ വിശിഷ്ടമായ കാർഷിക വിഭവങ്ങളും ഈ മേളയിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടുള്ള പുഷ്പമേള എന്തുകൊണ്ടും വ്യത്യസ്തമാണ്. കാരണം ഇന്ത്യക്ക് വെളിയിലുമുള്ള 40-40 ഡിഗ്രി സെൽഷ്യസിലുള്ള കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പുഷ്പങ്ങൾ വരെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിൾ മിഷൻ, ഞങ്ങൾ പൈനാപ്പിളിൻ്റെ നാടാണ് മൂവാറ്റുപുഴ. ആ പൈനാപ്പിളിൻ്റെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള പൈനാപ്പിളുകൾ, അവിടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒട്ടേറെ വിസ്മയകരമായ കാഴ്ചയാണ് പൈനാപ്പിൾ മിഷൻ്റെ സ്റ്റാളിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഉള്ള ഒരു പോളി ഹൗസ് പെർമനൻ്റായി തന്നെ ഇവിടെ കർഷകർക്ക് വേണ്ടി ആധുനിക കൃഷി രീതികൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഹൈടെക് കൃഷി മനസ്സിലാക്കുവാനുള്ള ഒരു പോളി ഹൗസ് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും ഉച്ച കഴിഞ്ഞും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒരു സമ്പൂർണമായ ഒരു സ്റ്റഡി ക്ലാസ് കർഷകർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ കാർഷിക രംഗത്തെ വിദഗ്ധർ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുകയാണ്. കാർഷിക രംഗത്ത് കഴിഞ്ഞ 2-3-4 വർഷങ്ങൾക്കുള്ളിൽ മികവ് കാണിച്ച് അവാർഡുകൾ നേടിയ സംസ്ഥാന തലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കർഷക പ്രമുഖരെയും ഞങ്ങളിവിടെ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് ഇവിടുത്തെ കർഷകരുമായിട്ടുള്ള ഇൻട്രാക്ഷനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. സംസ്ഥാനത്തെ കൈതച്ചക്ക കൃഷിയുടെ പ്രഭവ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന മൂവാറ്റുപുഴയുടെ ഈ സ്വന്തം കൃഷിവിള നിരയിട്ട സ്റ്റാൾ പ്രത്യേകം ശ്രദ്ധേയമായി. കേരള പൈനാപ്പിൾ മിഷൻ ഒരുക്കിയ ഈ സ്റ്റാളിൽ കൈതച്ചക്ക കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം കൈതച്ചക്കയിൽ നിന്നുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ നിരയും നിറഞ്ഞു നിന്നു. ശീതകാലത്ത് കൃഷി ചെയ്യാവുന്ന പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും അടങ്ങുന്ന കാർഷിക വിളകളുടെ സഞ്ചയം സന്ദർശകർക്ക് പുത്തൻ അറിവുകൾ തന്നെ പകർന്നുകൊടുത്തു. വിവിധതരം ഫലവർഗ്ഗങ്ങളുടെ പ്രദർശന സ്റ്റാൾ ഫലമൂലാദികളുടെ പഴമയും പുതുമയും എടുത്തണിഞ്ഞു. അടുക്കളത്തോട്ടത്തിൻ്റെ മാതൃകാ സ്റ്റാൾ
വളരെ താൽപ്പര്യത്തോടെ തന്നെ ജനങ്ങൾ നോക്കിക്കണ്ടു. പൊക്കാളി കൃഷിയുടെ മാതൃകാ സ്റ്റോളും ശാസ്ത്രീയ കൃഷിയുടെ പുതിയ അറിവുകൾ തന്നെ സമ്മാനിച്ചു. പുരാതന കാർഷികോപകരണങ്ങളുടെ പ്രദർശന സ്റ്റോൾ മലയാളക്കരയുടെ കാർഷിക പൈതൃകത്തിന്റെ കാലവിശുദ്ധിയിലേക്ക് തന്നെ സന്ദർശകരെ നയിച്ചു. പഴമ പതിഞ്ഞ കാർഷികോപകരണങ്ങളെ തൊട്ടറിഞ്ഞ സന്ദർശകർ പിന്നീടെത്തിയത് ആധുനിക കാർഷിക യന്ത്രങ്ങളുടെ മുൻപിലേക്കായിരുന്നു. പാരമ്പര്യ കൃഷിരീതിയിൽ നിന്നും യന്ത്രവൽകൃത കൃഷിരീതിയിലേക്കുള്ള മാറ്റവും അതിലെ മികവും അവരിവിടെ അടുത്തറിഞ്ഞു. വളർത്തുകോഴികളുടെയും അലങ്കാര കോഴികളുടെയും പ്രദർശനം കൗതുകത്തിനോടൊപ്പം ആ മേഖലയെപ്പറ്റി കൂടുതലറിയാൻ ഉപയുക്തമായി. വിവിധതരം ഓമനപ്പക്ഷികൾ നിരയിട്ട പ്രദർശന സ്റ്റോൾ ജീവസൗന്ദര്യത്തിന്റെ നിറച്ചാർത്തു തന്നെ തീർത്തു. പ്രാവിനങ്ങളിലെ വില കൂടിയ അമേരിക്കൻ ബെയ്റ്റൻ, കിങ്, റെഡ് മാക്പൈഡ് പോട്ടർ, ഫാൻറ്റൺ തുടങ്ങിയവ സന്ദർശകർക്ക് മുമ്പിൽ വിസ്മയം വിതറി. സ്ഫടികക്കൂടുകളെ വർണ്ണാഞ്ചിതമാക്കി നീന്തിയ അലങ്കാര മത്സ്യങ്ങൾ അലങ്കാര മത്സ്യകൃഷിയുടെ പ്രാധാന്യം സന്ദർശകരിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു. പ്രകൃതിയുടെ ഹൃദയ സൗന്ദര്യം നിറവും സുഗന്ധവും ചാർത്തിയ പുഷ്പങ്ങളായി അണിനിരക്കവേ മൂവാറ്റുപുഴ കാർഷികോത്സവത്തിലെ ഈ പുഷ്പമേള സന്ദർശകരിലേക്ക് പകർന്നത് അവാച്യമായ ഒരനുഭൂതി തന്നെയായിരുന്നു. -40°C പോലും വിടരുന്ന വിദേശ പുഷ്പങ്ങൾ, പൂക്കൾ കൊണ്ട് തീർത്ത വിവിധ രൂപകൽപ്പനകൾ, പുഷ്പാലങ്കാരത്തിൻ്റെ വൈവിധ്യ മാതൃകകൾ തുടങ്ങിയവ ഈ കുസുമോത്സവത്തിൻ്റെ കുലീനതയായി. സംസ്ഥാന കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, അഗ്രോ സർവീസ് കേന്ദ്രങ്ങൾ, VFPCK, സ്റ്റേറ്റ് ബയോടെക്നിക്കൽ ലബോറട്ടറി തുടങ്ങിയവയുടെ പ്രദർശന സ്റ്റാളുകളും കർഷകരടങ്ങുന്ന സന്ദർശകർക്ക് ഏറെ വിജ്ഞാനം പകർന്നു. കാർഷികോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാർഷിക സെമിനാറുകൾ ആധുനിക കാർഷിക രംഗത്തെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കർഷകരിലേക്ക് പകരുകയായിരുന്നു. ഇതിൽ
കേരള കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ VM അബ്ദുൽ ഹക്കീം ഹൈടെക് ഫാമിങ്ങിനെ ആസ്പദമാക്കി നയിച്ച പഠന ശിബിരം മണ്ണ്, ജലം, ഊർജം എന്നിവ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് നിയന്ത്രിച്ചുപയോഗിച്ച് ഏറെ ലാഭകരമാക്കാവുന്ന കൃത്യതാ കൃഷിരീതിയുടെ അനന്ത സാധ്യതകൾ കർഷകർക്ക് മുന്നിൽ തുറന്നിട്ടു. ഹൈടെക് ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള അവിഭാജ്യ ഘടകങ്ങളെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്ത് കൃഷിയിൽ നിന്ന് പരമാവധി ലാഭം ഉറപ്പുവരുത്തുക. ഉദാഹരണത്തിന് മണ്ണ്, ജലം, വിത്ത്, വളം എന്നിവയെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്ത് പരമാവധി ലാഭം ഉറപ്പുവരുത്തുക. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പരമ്പരാഗത കൃഷി രീതിയിൽ നമ്മൾ വിനിയോഗിക്കുന്ന പരമ്പരാഗത ജലസേചന രീതിയിൽ ജലസേചന കാര്യക്ഷമത വെറും 35%. 100 ലിറ്റർ ജലം നമ്മളൊരു ചെടിക്ക് കൊടുക്കുന്നുവെങ്കിൽ പരമാവധി അതിന് വിനിയോഗിക്കാൻ കഴിയാവുന്നത് 35 ലിറ്ററും ബാക്കി 65 ലിറ്റർ ജലം പാഴായി പോകുന്നു. 65 ലിറ്റർ ജലം പാഴായി പോകുന്ന സമയത്ത് 3/2 ഭാഗം ജലവും അത് പമ്പ് ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കുന്ന ഊർജ്ജവും ഒരേപോലെ പാഴായി പോകുന്നു. അപ്പം മണ്ണ്, ജലം എന്നിവ നശിക്കുന്നു എന്നതോടൊപ്പം തന്നെ ഒരുപാട് ഊർജ്ജവും നമ്മൾ ഈ മേഖലയിൽ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ശരിയായ രീതിയിൽ വേണ്ടത് വേണ്ടത്ര, വേണ്ടിടത്ത്, വേണ്ട സമയത്ത് കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് കൃത്യത കൃഷി എന്ന് പറയുന്നത്. മൂവാറ്റുപുഴയുടെ തനത് കാർഷിക വിളയെന്ന് പറയാവുന്ന പൈനാപ്പിൾ കൃഷിയെ ആസ്പദമാക്കി നടന്ന സെമിനാർ ഈ മേഖലയിലെ കർഷകർക്ക് സംശയ നിവാരണത്തിനും ശാസ്ത്രീയ കൃഷിരീതികളെ അടുത്തറിയുന്നതിനും വഴിയൊരുക്കി. പൈനാപ്പിൾ മിഷൻ സ്പെഷ്യൽ ഓഫീസർ VV പുഷ്പാങ്കദൻ പൈനാപ്പിൾ മിഷൻ പദ്ധതിയെക്കുറിച്ച് സെമിനാറിൽ വിശദീകരിച്ചു. വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ PP ജോയി പൈനാപ്പിൾ കൃഷിയിലെ ശാസ്ത്രീയ ഹോർമോൺ പ്രയോഗവും രോഗകീട നിയന്ത്രണവും എന്ന വിഷയത്തെ മുൻനിർത്തി കർഷകരുമായി സംവദിച്ചു. കേരളത്തിൽ പൈനാപ്പിൾ കൃഷിക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ കേരളത്തിൽ 12,000 ഹെക്ടറിൽ മാത്രമാണ് പൈനാപ്പിൾ കൃഷി ഒതുങ്ങി നിൽക്കുന്നത്. അതേസമയം നമുക്കതൊരു 25,000 ഹെക്ടർ ആക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഒരുപാട് സ്ഥലത്ത് നമുക്ക് കൃഷി ഇറക്കാനുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും വെറുതെ കിടപ്പുണ്ട്. പെട്ടെന്ന്, അതായത് ഇമ്മീഡിയറ്റ് ഇൻകം ജനറേറ്റിംഗ് ക്രോപ്പാണ് പൈനാപ്പിൾ കൃഷി. ആദ്യത്തെ വർഷം കൃഷി ഇറക്കി കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് നമുക്ക് കൺസിക്യൂട്ടീവായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. മറ്റ് പഴവർഗ്ഗങ്ങളെ പോലെ പെട്ടെന്ന് ചീഞ്ഞു പോകും എന്നുള്ള ഒരു ഭീതി നമുക്കതിനകത്ത് വേണ്ട. അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളും കീടങ്ങളൊന്നും ആക്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പം കൃഷി ചെയ്യാവുന്നതാണ് പൈനാപ്പിൾ കൃഷി. കേരളത്തിൽ ഏകദേശം 800 കോടി രൂപയുടെ പൈനാപ്പിൾ കൃഷിയാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു 1,500 കോടിയാക്കാൻ യാതൊരു പ്രയാസവുമില്ല. കേരളത്തിലെ ചെറുകിട കർഷകർക്കും അതുപോലെ തന്നെ വൻകിട കർഷകർക്കും ഒക്കെ പറ്റുന്ന രീതിയിലാണ്. കാരണം ഒരു 10 സെൻറ്റോ 15 സെൻറ്റോ ഉള്ള സ്ഥലത്ത് പോലും 5,000-ഓ 10,000-ഓ തലപ്പ്, അതായത് കാനി നമുക്ക് നടാനായിട്ട് സാധിക്കും. പൈനാപ്പിൾ തല നടാനായിട്ട് സാധിക്കും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും വികസനവും ആത്യന്തികമായി കാർഷിക മേഖലയെ ആശ്രയിച്ചിരിക്കുമ്പോൾ കൃഷി ഒരു കലയായും തൊഴിലായും ശാസ്ത്രമായും വ്യവസായമായും വളർത്തി പൊയ്പോയ പ്രതാപം വീണ്ടെടുത്ത് മഹിതമായ കാർഷിക രംഗം സമ്പുഷ്ടമാക്കുക എന്ന ആഹ്വാനമാണ് മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച ഈ കാർഷിക മഹോത്സവം സംസ്ഥാനത്തിന് സമ്മാനിച്ചത്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏലം കൃഷിക്ക് സാമ്പത്തിക സഹായം. കരിക്കിനും നീരയ്ക്കും അനുയോജ്യമായ സങ്കര ഇനം തെങ്ങിൻ തൈകൾ വിതരണത്തിന്. കാർഷിക സർവകലാശാലയിൽ കൂൺ കൃഷിയിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. ഏലം ആവർത്തന കൃഷിക്കുള്ള സാമ്പത്തിക സഹായത്തിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം.
25 സെന്റ് മുതൽ 10 ഏക്കർ വരെ ഏലം കൃഷിയുള്ള കർഷകർക്ക് ഹെക്ടർ ഒന്നിന് 17,780 രൂപ ആദ്യ വർഷവും രണ്ടാം വർഷം 17,036 രൂപയും സാമ്പത്തിക സഹായം ലഭിക്കും. 10 ഏക്കർ മുതൽ 20 ഏക്കർ വരെ ഏലം കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ആദ്യ വർഷം 13,470 രൂപയും രണ്ടാം വർഷം 12,905 രൂപയുമാണ് സാമ്പത്തിക സഹായം. ഏലം കർഷകർ സ്പൈസസ് ബോർഡ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. നാളികേര വികസന ബോർഡിന്റെ നേര്യമംഗലം പ്രദർശന വിത്തുൽപാദന തോട്ടത്തിൽ ഗുണനിലവാരമുള്ള തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കരിക്കിനും നീരയ്ക്കും അനുയോജ്യമായതും വർദ്ധിച്ച വിളവും രോഗപ്രതിരോധ ശേഷിയുമുള്ള സങ്കര ഇനങ്ങളും കുറിയ ഇനങ്ങളും നാടൻ തൈകളുമാണ് ലഭ്യമായിട്ടുള്ളത്. നാളികേര ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാളികേര ഉൽപാദക സംഘങ്ങൾക്കും ഫെഡറേഷനുകൾക്കും തൈകൾ വാങ്ങുന്നതിന് മുൻഗണന ലഭിക്കും. പോളി ബാഗുകളിലും തെങ്ങിൻ തൈകൾ ലഭിക്കും. ബന്ധപ്പെടാവുന്ന വിലാസം: ഫാം മാനേജർ, DSP ഫാം, നേര്യമംഗലം. ഫോൺ നമ്പറുകൾ 0485-255-4240. മറ്റൊരു നമ്പർ 9447272547. തിരുവനന്തപുരം ആറ്റിങ്ങൽ കരവാരം പഞ്ചായത്തിൽ സമഗ്ര കാർഷിക വികസനവും തരിശുരഹിത പഞ്ചായത്തും പദ്ധതി പ്രകാരം കൃഷി ചെയ്ത 25 ഹെക്ടർ തരിശുനില നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ കരവാരം പഞ്ചായത്തിൽ സമഗ്ര കാർഷിക വികസനവും തരിശുരഹിത പഞ്ചായത്തും പദ്ധതി പ്രകാരം കൃഷി ചെയ്ത 25 ഹെക്ടർ തരിശുനില നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. കഴിഞ്ഞ 11 വർഷമായി തരിശായി കിടന്ന നെൽപ്പാടമായിരുന്നു കരവാരം പഞ്ചായത്തിലെ വഞ്ചിയൂർ, കട്ടപ്പറമ്പ് പ്രദേശങ്ങൾ. 3 വർഷം മുമ്പ് 2011 പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ഇവിടം കൃഷിഭൂമിയാക്കി മാറ്റിയത്. കരവാരം പഞ്ചായത്തിനെ തരിശുരഹിത ഭൂമിയാക്കാൻ കൃഷിവകുപ്പും കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനും കുടപ്പനക്കുന്ന് കാർഷിക കർമ്മസേനയും ചേർന്നാണ് തരിശുരഹിത പദ്ധതി നടപ്പാക്കിയത്. പഞ്ചായത്തും കൃഷിഭവനും സൗജന്യമായി വിത്തും വളവും സബ്സിഡിയും ഉഴവുകൂലിയുടെ ഒരു ഭാഗവും നൽകി. കാഞ്ചന വിത്താണ് ഇവിടെ കൃഷിക്ക് ഉപയോഗിച്ചത്. 25 ഹെക്ടറിൽ ഒന്നിച്ച് കൃഷി ചെയ്തത് ഒരേ സമയം വിളവെടുപ്പിന് സഹായിച്ചു. 70% തരിശുഭൂമി ഇതിനകം കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ കരവാരം പഞ്ചായത്തിനെ സമ്പൂർണ്ണ തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റാൻ കഴിയുമെന്ന് പഞ്ചായത്ത് കൃഷിഭവൻ അധികൃതർ അഭിപ്രായപ്പെട്ടു. കൃഷി ഓഫീസറെയും അതോടൊപ്പം തന്നെ പാടശേഖര സമിതിക്കാരെയും വിളിച്ചുകൂട്ടി ഭരണസമിതിക്കാരും ഒക്കെ കൂടി ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് വളരെ നാളായി തരിശു കിടന്ന ഈ പാടശേഖരം ട്രാക്ടർ അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങൾ, വിത്ത്, വളം, ഉഴവൂലി സഹിതം കൊടുത്തുകൊണ്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് 25 ഹെക്ടർ വരുന്ന ഈ പ്രദേശം സമ്പൂർണ്ണമായും നമുക്ക് കൃഷിയോഗ്യമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ കുറിയ ഇനം തെങ്ങിൻ തൈകൾ സംഭരിക്കുന്നതിനുള്ള പദ്ധതി കൃഷിവകുപ്പ് ആരംഭിച്ചു. മലയൻ ഡാഫ്, ചാവക്കാടൻ ഡാഫ് തുടങ്ങിയ പ്രശസ്തമായ കുറിയ ഇനം തെങ്ങിൻ തൈകളാണ് കർഷകരിൽ നിന്ന് സംഭരിക്കുന്നത്. കൃഷിവകുപ്പിന്റെ സാങ്കേതിക സമിതി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ തെങ്ങിൻ തൈകൾക്ക് പ്രത്യേക സംഭരണ വിലയും നിശ്ചയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുമായി ബന്ധപ്പെടണം. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൃഷിഭവനിൽ മാവിന്റെയും പച്ചക്കറിയുടെയും കായീച്ചയ്ക്കെതിരെ പ്രയോഗിക്കാവുന്ന ഫെറമോൺ കെണികൾ ലഭ്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8281280083. പുഞ്ചകൃഷിക്കുള്ള ഉമാ നെൽവിത്ത് വിതരണം ജനുവരി 10 അരിക്കുളം കൃഷിഭവനിൽ തുടങ്ങുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. താൽപര്യമുള്ളവർ ബാങ്ക് പാസ്ബുക്ക്, നികുതി ഷീറ്റ് എന്നിവ സഹിതം ഹാജരാകണം. കാർഷിക സർവകലാശാല മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കൂൺ കൃഷി, ഐസ്ക്രീം നിർമ്മാണം എന്നിവയിൽ പരിശീലനം നൽകുന്നു. അപേക്ഷാ ഫീസ് 500 രൂപ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547396759. മറ്റൊരു നമ്പർ 9645420575. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെബ്രുവരി 25 മുതൽ 27 വരെ നാഷണൽ ഡയറി മേള സംഘടിപ്പിക്കുന്നു. ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ട പ്രദർശനം, സെമിനാറുകൾ, ചർച്ചകൾ എന്നിവയും ഇതിനോടനുബന്ധിച്ച് നടത്തും. മേളയിൽ പങ്കെടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9466952786. മറ്റൊരു നമ്പർ 9466242194.
ഇമെയിൽ ID diarymela@gmail.com. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 16,000 രൂപ, RSS 5 15,200 രൂപ, വെളിച്ചെണ്ണ 10,850 രൂപ, കൊപ്ര 7,850 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 52,000 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 375 രൂപ, തൊണ്ടില്ലാതെ 640 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 52,000 രൂപ, അൺഗാബിൾഡ് കുരുമുളക് 50,000 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 50,000 രൂപ, വയനാടൻ കുരുമുളക് 50,500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 8,050 രൂപ, തളിപ്പറമ്പ് 7,400 രൂപ, കാസർഗോഡ് 7,300 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂരിൽ 12,000 രൂപ, കോട്ടയത്ത് 11,600 രൂപ, ആലപ്പുഴയിൽ 10,880 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.7, 22.9. കൊച്ചി 31.4, 21.4. ആലപ്പുഴ 31, 23.8. പുനലൂർ 34, 20. തിരുവനന്തപുരം 33.4, 23.2. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.